ഓം ശ്രീ മഹാദേവിയെ നമഃ. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 133 വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങൾ അറിഞ്ഞു. ഇന്ന് നമുക്ക് ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 134 തൊട്ട് 167 വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങൾ ഇന്ന് നമുക്ക് അറിയാൻ ശ്രമിക്കാം. ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് പാരായണം ചെയ്യാം. അതിനുശേഷം അതിൽ വരുന്ന നാമങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് വിശദീകരിക്കാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ പരാശക്തിയേ നമഃ. നിർലേഭ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരൂപാതിർ നിരീശ്വര നീരാകരാഗമദന നിർമ്മദാമദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി. ഇതുവരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങളാണ് നമ്മളിന്ന് അറിയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ നാമം വരുന്നത് നിർലേഭ എന്നാണ്. അത് കർമ്മങ്ങളിൽ കറപുരളാത്ത ദേവിയെയാണ് ആ നാമത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിർമ്മല എന്നാൽ പാപങ്ങളോ ദോഷങ്ങളോ ഒന്നും തന്നെ ദേവിയെ ബാധിക്കുന്നില്ല. അതായത് പാപങ്ങളും അജ്ഞാനങ്ങളും ഇല്ലാത്ത ദേവി എന്നാണ് ആ നാമം അർത്ഥമാക്കുന്നത്. നിത്യായ എന്നാൽ ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും അതീതയാണ്. അതായത് ഈ ജന്മജന്മാന്തരങ്ങളോ മരണങ്ങളോ ഒന്നും ബാധിക്കുന്നില്ല. അങ്ങനെ നിത്യയായ ദേവിയെയാണ് ഉദ്ദേശിക്കുന്നത്. നിരാകാര രൂപമില്ലാത്ത ദേവി, അതായത് ആത്മസ്വരൂപമാണ് ദേവി അല്ലേ. ദേവിക്ക് രൂപമില്ല. അതാണ് നിരാകാര എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. നിരാകുല എന്ന നാമത്തിൻ്റെ അർത്ഥം ഉത്കണ്ഠയില്ലാത്ത, അതായത് ദേവിക്ക് ഖേദമോ സന്തോഷമായാലും ദുഃഖമായാലും ഒന്നും ദേവിയെ ബാധിക്കുന്നില്ല എന്ന് നാമാർത്ഥം വരുന്നു. ഇനി നിർഗുണ, അതായത് ഗുണങ്ങൾക്കെല്ലാം അതീതയാണ് ദേവി. നിർഗുണയായിട്ടുള്ള ദേവി എന്നാണ് നാമാർത്ഥം വരുന്നത്. ഇനി നിഷ്കള എന്നാൽ ആത്മസ്വരൂപത്തോടു കൂടിയവൾ, ആത്മസ്വരൂപിണിയാണ് ദേവി. ഇതാണ് ആ നാമത്തിൻ്റെ അർത്ഥം. ശാന്തായേ എന്ന് പറഞ്ഞാൽ ശാന്തിമയ്യായ ദേവി, ശാന്തസ്വരൂപിണിയാണ്. ഇനി നിഷ്കാമ, നിഷ്കാമ എന്നാൽ ആഗ്രഹങ്ങളില്ലാത്ത ദേവിയാണ് നിഷ്കാമ എന്ന് പറയുന്നത്. നിരുപപ്ലവ എന്നാൽ നാശമില്ലാത്ത ദേവി. അതുപോലെ ഭക്തന്മാരുടെ ക്ലേശങ്ങൾ തീർക്കുന്നവളെന്നും ഈ നാമം പറയാം. നിത്യമുക്തായ എന്നാൽ മുക്തിസ്വരൂപിണിയായ ദേവിയാണ് നിത്യമുക്താദേവി എന്ന് പറയുന്നത്. നിർവികാരായ, ജനന മരണങ്ങളായാലും അതുപോലെ ബാല്യം യൗവനം കൗമാരം ഇതൊന്നും ദേവിക്കില്ല എന്നാണ്. അതാണ് നിർവികാരായ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. നിഷ്പ്രപഞ്ച, ഈ പ്രപഞ്ചത്തിൽ തന്നെ പരിപൂർണയായി വർത്തിക്കുന്നവളെന്നാണ് നിഷ്പ്രപഞ്ച എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് കൂടാതെ നിരാശ്രയായ, അതായത് ശരീരത്തെ ആശ്രയിക്കാത്തവളാണ്, ആത്മസ്വരൂപിണിയാണ്. അതാണ് ആ നാമത്തിൽ വരുന്നത്. നിത്യശുദ്ധായ, അമ്മ വളരെ പരിപൂർണയായിട്ടും പരിശുദ്ധയായിട്ടുള്ള ദേവിയാണ് അല്ലേ. അതാണ് നിത്യശുദ്ധായ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ സർവ ശരീരങ്ങളുടെയും ആത്മാവായി വർത്തിക്കുന്നവൾ, അപ്പോൾ അങ്ങനെയും ആ നാമം അർത്ഥമാക്കുന്നു. അടുത്ത നാമം നിത്യബുദ്ധായ, സദാ ജ്ഞാനത്തോടു കൂടിയവൾ ദേവി. സർവജ്ഞാനങ്ങളുടെയും തത്വമാണ് അല്ലേ, സർവജ്ഞാനിയാണ് അമ്മ. അതാണ് നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ നിരവധ്യ, യാതൊരു വേഷങ്ങളും ആവശ്യമില്ല, വേഷങ്ങൾ ആവശ്യമില്ലാത്തവളാണ് അമ്മ. അതാണ് നിരവധ്യ എന്ന നാമം കൊണ്ട്
അർത്ഥമാക്കുന്നത്. അടുത്ത നാമം നിരന്തര എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവളാണ് ദേവി. അതാണ് നിരന്തര എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവളാണ്. അതാണ് നിരന്തര എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നാമം നിഷ്കാരണ, അതായത് കാരണമില്ലാത്തവൾ. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിനും കാരണഭൂതയാണ് ദേവി. നിഷ്കാരണ, അതായത് ദേവിക്ക് സമമായിട്ട് മറ്റൊന്നില്ല. അതിന് കാരണമില്ലാത്തവൾ എന്ന് പറയാം. അതായത് എല്ലാത്തിനും കാരണമായ ദേവിയാണ് ഏറ്റവും വലുത്. അതിൽ കൂടുതലായിട്ട് മറ്റൊന്നില്ല. നിഷ്കളങ്ക എന്നാൽ കളങ്കമില്ലാത്ത ദേവിയാണ് ഉദ്ദേശിക്കുന്നത്. ദേവി പരിപൂർണയാണ്, അവിടെ കളങ്കമില്ല. നിരുപാധി എന്നാൽ ഉപാധികളില്ലാത്ത ദേവി, അതായത് പ്രപഞ്ചബോധമാണ് ദേവി അല്ലേ. അപ്പം പ്രപഞ്ചബോധത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. നിരീശ്വര, അതായത് ദേവിക്ക് മീതെ വേറൊന്നില്ല. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും സ്ഥിതിയായിട്ടുള്ളവളും എല്ലാം ദേവി തന്നെയാണ് അല്ലേ. അപ്പോൾ മറ്റൊരു ഈശ്വരൻ അതിലില്ല. ദേവിക്ക് സമാനമായിട്ട് വേറൊന്നില്ല എന്ന് കാണിക്കുന്ന ഒരു നാമമാണത്. നീരാഗ, അതായത് രാഗമില്ലാത്തവൾ. ഒന്നിനോടും ആഗ്രഹമില്ലാത്തവൾ, അതായത് ആഗ്രഹിക്കേണ്ട ആവശ്യകതയില്ലല്ലോ. ദേവിയാണ് എല്ലാത്തിനും മേലെയായിട്ടുള്ളത്. അപ്പോൾ രാഗങ്ങളില്ല, അങ്ങനെ രാഗങ്ങളില്ലാത്ത ദേവിയാണ്. രാഗമദന എന്നാൽ രാഗങ്ങളെയെല്ലാം, നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം അത്യാഗ്രഹം എന്ന് പറയാം. ആ അത്തരം രാഗങ്ങളെയെല്ലാം മതിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ അത് നശിപ്പിക്കുന്നവളാണ് ദേവി. അത്തരം ഒരു രാഗങ്ങളില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മീയ തലത്തിൻ്റെ അങ്ങേയറ്റമാണല്ലേ. അപ്പം രാഗമദനി എന്ന് പറഞ്ഞാൽ ഈ രാഗങ്ങളെയെല്ലാം, നമ്മുടെ ഇച്ഛകളാണ്, ആഗ്രഹങ്ങളാണ് നമ്മുടെ ദുഃഖ കാരണം എന്ന് പറയാം. അപ്പോൾ ഇച്ഛകളെയെല്ലാം, അത്തരം ആഗ്രഹങ്ങളെയെല്ലാം മതിക്കുന്നവളെന്നാണ്, നശിപ്പിക്കുന്നവളെന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം. ഇനി നിർമ്മത എന്നാൽ അവിടെ ദുഃഖങ്ങളോ ക്ഷോഭങ്ങളോ ഒന്നുമില്ല. നിർമ്മതയായിട്ടുള്ള ദേവിയാണ്. അതാണ് നിർമ്മത എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. മതനാശിനി എന്നാൽ അഹംഭാവം എന്നുള്ള ഒരു മതം ഉണ്ടല്ലേ. അപ്പം അഹംഭാവത്തെ നശിപ്പിക്കുന്നവളാണ് അമ്മ. അതാണ് മതനാശിനി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നിശ്ചിന്ത എന്നാൽ ആകുലതകളൊന്നുമില്ല, അചിന്തിയാണ്. അതായത് അങ്ങനെ ചിന്തകളുടെ ആവശ്യമൊന്നും അമ്മയ്ക്കില്ല. അതാണ് നിശ്ചിന്ത. അടുത്തത് നിരഹങ്കാര, അതായത് അഹങ്കാരമില്ലാത്തവള്, അഹങ്കാരം നശിപ്പിക്കുന്നവള് എന്നെല്ലാം അതിലർത്ഥമുണ്ട്. അടുത്തത് മോഹമില്ലാത്തവൾ. മോഹിക്കേണ്ട ആവശ്യകത അമ്മയ്ക്കില്ല, എല്ലാം അമ്മയിൽ തന്നെയാണല്ലേ. അപ്പം അങ്ങനെ മോഹങ്ങളൊന്നും അമ്മയ്ക്കില്ല. അതാണ് മോഹമില്ലാത്ത എന്നുള്ള നിർമോഹ എന്ന അർത്ഥം. അതുപോലെ മോഹനാശിനി എന്ന് പറയും. മോഹനാശിനി എന്ന് പറഞ്ഞാൽ മോഹത്തെ നശിപ്പിക്കുന്നവൾ. നമ്മളിലുണ്ടാവുന്ന മോഹങ്ങളെല്ലാമാണ് അല്ലേ ദുഃഖങ്ങൾക്ക് കാരണം ശരിക്കും. അപ്പം ഈ മോഹത്തെയെല്ലാം നമുക്ക് വേണ്ടാന്ന് വെക്കാം. മോഹത്തിനെ ഇല്ലാതാക്കുന്നവളാണ്. വേണ്ടാന്ന് വെച്ചിട്ട് ആ ആത്മസ്വരൂപത്തിനെ അറിയാൻ ശ്രമിച്ചാൽ ആ മോഹത്തെയെല്ലാം നശിപ്പിച്ചു തരും എന്നാണ് പറയുന്നത്. അതാണ് മോഹനാശിനി. അതുപോലെ നിർമ്മമ എന്ന ഒരു നാമമുണ്ട്. അതായത് മമതയില്ലാത്തവൾ. ഒന്നിനോടും മമതയില്ല. എല്ലാം ഒരേപോലെയാണ് അമ്മയ്ക്ക്. നമുക്കാണല്ലോ ഓരോരുത്തർക്കും ഓരോരുത്തരോട് ഓരോരോ കണക്കനുസരിച്ചിട്ടുള്ള മമതകളൊക്കെ ഉള്ളത്. എന്നാൽ അതില്ലാത്തവളാണ് ദേവി. എല്ലാത്തിനോടും ഒരുപോലെ എന്നുള്ള ആ ഒരു നാമമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മമതാഹന്ത്രി, എന്തായിരിക്കും മമതാഹന്ത്രി എന്ന നാമത്തിൻ്റെ അർത്ഥം? ആ ഒരു മമതയെ ഇല്ലാതാക്കുന്നവൾ. നമുക്കെല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കണമെങ്കിൽ നമ്മളിൽ ഒരാളോടുമുള്ള മമത
അല്ലെങ്കിൽ എന്തിനോടെങ്കിലുമുള്ള മമത ഇല്ലാതാവണം. അപ്പം മമതാഹന്ത്രി എന്നാൽ മമതയെ ഇല്ലാതാക്കുന്നവൾ എന്നാണ് ആ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. നിഷ്പാപ, അതുപോലെ പാപമില്ലാത്തവളാണ്, പാപങ്ങളൊന്നുമില്ലാത്തവളാണ് അല്ലേ. നിത്യസ്വരൂപിണിയാണ്, ആത്മസ്വരൂപിണിയാണ് ദേവി, എല്ലാമാണ് അല്ലേ. അപ്പോൾ അമ്മയ്ക്ക് പാപങ്ങളും ഇല്ല. പാപനാശിനി എന്നാൽ ഇനി നമ്മളിലുള്ള പാപത്തെ നശിപ്പിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. എല്ലാത്തിനും മീതെ അമ്മയാണ്. ആ അമ്മയിലേക്ക് എത്തിച്ചേർന്നാൽ നമ്മളിലെ പാപങ്ങളും നശിക്കും. നമ്മളെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കുന്നവൾ ആണ് പാപനാശിനി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് നമ്മൾ 134 മുതൽ 167 വരെയുള്ള നാമങ്ങളിലൂടെ അങ്ങനെ യാത്ര ചെയ്തു അല്ലേ. ഒരുപാട് നാമങ്ങളാണ് അമ്മയ്ക്കുള്ളത് അല്ലേ. നമ്മളറിയാത്തതും അറിഞ്ഞതുമായ ഒത്തിരി നാമങ്ങൾ നമ്മളിവിടെ പരാമർശിച്ചു. അപ്പോൾ എല്ലാത്തിനും ഉപരിയായ ആത്മചൈതന്യ സ്വരൂപമായ ദേവിയെ കാണുക, അവിടേക്ക് എത്തിച്ചേരുക കഴിയുക എന്നത്, അല്ലെങ്കിൽ ഈ നാമപാരായണങ്ങളെല്ലാം കേൾക്കാൻ കഴിയുക എന്നത് ഭാഗ്യമുള്ളവർക്കുള്ളതാണ്, ദേവി കടാക്ഷമുള്ളവർക്കാണ്. ഇപ്പോൾ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രങ്ങൾ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ ആ ഒരു ദേവി കടാക്ഷമുള്ളവർ തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതെല്ലാം അറിയുവാനും കേൾക്കുവാനുമെല്ലാം നമുക്ക് കഴിയുകയുള്ളൂ. ഇന്നത്തെ നാമങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നാമങ്ങളുമായിട്ട് അടുത്ത ദിനം കാണുന്നവരെ എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.